3215 ദിവസങ്ങൾ നീതിക്ക് വേണ്ടി അതിജീവിതം നടത്തിയ പോരാട്ടം. നടി ആക്രമണ കേസിൽ 8.5 വർഷത്തിന് ശേഷം വിധി വന്നപ്പോൾ ആർക്കാണ് നീതി കിട്ടിയത്? പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചപ്പോൾ നടൻ ദിലീപിനെ വെറുതെ വിട്ടത് നീതി നിഷേധമാണ്. ദിലീപിനെതിരായ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിരീക്ഷിച്ചു. എന്നാൽ ആദ്യത്തെ 6 പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഇവർക്കുള്ള ശിക്ഷാവിധി ഈ മാസം 12-ന്. കൊച്ചി നഗരത്തിൽ യുവനടിയെ കാറിൽ കൂട്ടബലാത്സംഗം ചെയ്ത് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ വിധി വന്നത് സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷം. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസ് 6 പേർ കുറ്റക്കാരെന്ന് വിധിച്ചു. 1-ാം പ്രതി സുനിൽ NS എന്ന പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി വിജീഷ്, 5-ാം പ്രതി H സലീം എന്ന വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർക്കുള്ള ശിക്ഷ ഈ മാസം 12-ന് വിധിക്കും. 8-ാം പ്രതി ദിലീപിനൊപ്പം 7-ാം പ്രതി ചാർലി തോമസ്, 9-ാം പ്രതി സനിൽകുമാർ, 10-ാം പ്രതി ശരത് ജി നായർ എന്നിവരെ കോടതി വെറുതെ വിട്ടു. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നതെന്ന് ദിലീപ് പ്രതികരിച്ചു. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വിധി കേൾക്കാൻ കോടതി പരിസരത്ത് എത്തിയത് വൻ ജനക്കൂട്ടമായിരുന്നു. ദിലീപിനെ വെറുതെ വിട്ട വിധിക്ക് പിന്നാലെ ആരാധകർ മധുര വിതരണം നടത്തി. ദിലീപിനെ പോലീസ് വേട്ടയാടിയെന്ന് അഭിഭാഷകൻ ബി രാമൻ പിള്ളയുടെ പ്രതികരണം. ഇത്രയൊരു കേസ് ഞാൻ നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ 4 നൂറ്റാണ്ട് കഴിഞ്ഞ കേസാണ് തുടങ്ങിയത്. ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ട് തെളിവില്ലാത്ത ഒരു ചാർജ് കണ്ടിട്ടുമില്ല. ഒരു കള്ളക്കേസ്. ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഞാൻ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട്. ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ് അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ്. അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി. അന്നുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ കോടതി ഹാജരായില്ല. അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ 2022 ഏപ്രിൽ തീരേണ്ട കേസ്. മാനഭംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയത്. 2017 ഫെബ്രുവരി 17 നടന്ന കേസിൽ പിറ്റേ വർഷം മാർച്ചിൽ വിചാരണ തുടങ്ങി. കോവിഡ് ലോക്ക്ഡൌൺ മൂലം 2 വർഷത്തോളം വിചാരണ തടസ്സപ്പെട്ടു. വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നൽകിയ സമയപരിധിയൊന്നും പാലിക്കാൻ കഴിഞ്ഞില്ല. അതിജീവിത ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്നു പരിശോധിക്കപ്പെട്ടതും വിവാദമായി. കേസിൽ മുൻപ് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചിരുന്നു. പിന്നീട് നിയമിക്കപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വി അജയ്കുമാറാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത്. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പൂർത്തിയായതാണ്. ഈ വർഷം ആദ്യത്തോടെ വിധി പ്രസ്താവിക്കുമെന്ന് കരുതപ്പെട്ട കേസിൽ വിധി പ്രസ്താവത്തിന് വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെല്ലാം അഴിക്കുള്ളിലായെങ്കിലും ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയാത്തത് പ്രോസിക്യൂഷന്റെ വീഴ്ചയായി വിമർശിക്കുന്നവരുണ്ട്. ന്യൂസ് 18 കൊച്ചി.